അങ്ങ് സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ എഴുന്നേറ്റ് അപ്പം തന്നെ മറുപടി പറയുന്ന ആളാണ്. ഇപ്പം മൗനം അവലംബിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി. ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾ അന്വേഷിക്കില്ല. അന്വേഷിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഭംഗിയായി അറിയാവുന്ന, വ്യക്തമായി അറിയാവുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇതിൽ അന്വേഷണം നടത്തിയേ മതിയാവും. അതാണ് ഞങ്ങളുടെ നിലപാട്. നമസ്കാരം. VD സതീശൻ ഗർജിക്കുന്ന സിംഹമാണ് അദ്ദേഹം നിയമസഭയിൽ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോഴേക്കന്നെ സ്പീക്കറും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാർക്കും പേടി വിറയൽ തുടങ്ങും. അദ്ദേഹം എഴുന്നേറ്റെന്ന് വാക്കുകൾ ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണെന്ന് കൃത്യമായി പുറത്തു വന്നു കഴിഞ്ഞാൽ ആ മന്ത്രിമാർ കടന്ന് പിടയ്ക്കുന്നത് കാണാം, പിണറായി നെഞ്ചത്തടിക്കുന്നത് കാണാം. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. VD സതീശൻ്റെ നിയമസഭയിലെ പ്രസംഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള തുടർച്ചയായ ഒരു പരമ്പരയാണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണം? അധികം ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ജനങ്ങളുടെ നാവായി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. ആ അർത്ഥത്തിൽ 100% പെർഫെക്റ്റാണ് VD സതീശൻ നിയമസഭയിൽ. ഇത്തരത്തിലൊരു പാർലമെൻറ്റേറിയനെ നമുക്ക് കിട്ടിയത് ഭാഗ്യമായിട്ട് വേണം കരുതാൻ. അദ്ദേഹത്തിൻ്റെ ഒറ്റ ചോദ്യത്തിന് വിറളി പൂണ്ട പിണറായി വിജയനെ അടിച്ചിരുത്തുന്ന ഒരു ചോദ്യവും ഉത്തരവുമാണ് ഞാനിപ്പോൾ പുറത്തുവിടുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പണ്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, കാലം വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി കണക്ക് ചോദിക്കുന്നു. ഇപ്പൊ കാലം വന്ന് കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പറഞ്ഞല്ലോ ശ്രീ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീ KM മാണിയെ കുറിച്ച് ഇവിടെ പറഞ്ഞ വാക്കുകൾ, ചാകാത്ത പുഴുവെള്ള നരകത്തിൽ വീഴും എന്ന് തുടങ്ങിയ വാചകങ്ങൾ എത്ര ഹീനമായിട്ടാണ് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി വളരെ സഭ്യമായ ഭാഷയിൽ ശ്രീ റോജി M. ജോൺ അവതരിപ്പിച്ചപ്പോൾ വികാരപരിതനായി പ്രൊവോക്ഡ് ആവുകയും ചെയ്തു. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ നിന്ന് ബൈബിൾ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. എന്തെല്ലാം ഹീനമായ വാക്കുകളാണ് അന്നത്തെ പ്രതിപക്ഷം KM മാണിക്കെതിരായിട്ട് ഉന്നയിച്ചത്, KM മാണി സാറിനെതിരായിട്ട് ഉന്നയിച്ചത്. എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞത്, എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉന്നയിച്ചത്. അങ്ങ് പ്രകോപിതനാകേണ്ട ഒരു വാക്കും ശ്രീ റോജി M. ജോൺ ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ കാര്യങ്ങൾ പറയും. ഇവിടെ ഇത് അഴിമതിയാണ്, അഴിമതിയുടെ തുടക്കമാണ്. അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള അബറ്റ്മെന്റ് നടന്നിട്ടുണ്ട്, ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട്, ഒരു സംശയമില്ല. പിന്നെ ഗോവർദ്ധന്റെ യാത്രയിലെ രാജാവ് ഇങ്ങനെ കുരുക്കായിട്ട് നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളല്ല, ജനങ്ങളാണ് ആ രാജാവിന്റെ റോളിൽ ഇപ്പൊ കുരുക്കിട്ടത്. എല്ലാവരും കഴുത്തിൽ നന്നായി കുരുക്ക് വീണിട്ടുണ്ട്. ഞങ്ങളുടെ റോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ രാജാവ് നഗ്നനായി നടക്കുമ്പോൾ ഞങ്ങൾ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ഈ രാജാവ് നഗ്നനാണെന്ന് ഉറക്കെ വിളിച്ചു പറയും. അതാണ് അങ്ങ് പറഞ്ഞ രാജാവും ഞങ്ങളുടെ രാജാവും തമ്മിലുള്ള വ്യത്യാസം. അത് നിങ്ങൾ അറിയണം. ഇതുപോലെ കനത്തൊരാഘാതം തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ട് ജനപിന്തുണയെ കുറിച്ചൊക്കെ ഇത്രയും വിശാലമായി സംസാരിക്കാനുള്ള അങ്ങയുടെ ഒരു പവർ ഉണ്ടല്ലോ, അതിന് മുന്നിൽ ഞാൻ നമിക്കുകയാണ്. അങ്ങനെ ചങ്കുറപ്പ് എല്ലാവരും അതുണ്ടല്ലോ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അബ്കാരി പോളിസിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഗൗരവതരമായി ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യം, എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഞങ്ങളൊരു പരാതി തന്നിട്ടുണ്ട്. ആ പരാതിയുടെ പുറത്ത് ഞാൻ തന്നിട്ടുണ്ട് പരാതി. ആ പരാതിയുടെ പുറത്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച്, അതിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് FIR എടുക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും ജുഡീഷ്യൽ അന്വേഷണം നടത്താനും അങ്ങ് തയ്യാറുണ്ടോ? അതാണ് ചോദ്യം. അങ്ങ് തയ്യാറുണ്ടോ? അങ്ങ് സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ എഴുന്നേറ്റ് അപ്പം തന്നെ മറുപടി പറയുന്ന ആളാണ്. ഇപ്പൊ മൗനം അവലംബിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായി. ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾ അന്വേഷിക്കില്ല. അന്വേഷിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഭംഗിയായി അറിയാവുന്ന, വ്യക്തമായി അറിയാവുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇതിൽ അന്വേഷണം നടത്തിയേ മതിയാവും. അതാണ് ഞങ്ങളുടെ നിലപാട്. നടത്തണം, അന്വേഷണം നടത്തണം. ഞങ്ങൾ ആ ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുകയാണ്. മറുപടി പറയണം. നടത്താൻ തയ്യാറുണ്ടോ ഇല്ലേ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. അതാണ് കൃത്യമാണ്. ഒരു സംശയത്തിനിട വേണ്ട, കൃത്യമാണ്. സർ, ഇവിടെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി
കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. സർ, ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപത്തിൻ്റെ മേലെയല്ല, ബഹുമാന്യനായ എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം പിരിക്കുന്നുവെന്ന വാർത്ത വന്നപ്പോൾ തന്നെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ടോ അതിൻ്റെ ഭാഗമായുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കും. കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള തടസ്സവും ആ അന്വേഷണത്തിനുണ്ടാവില്ല. അത് തടസ്സപ്പെടുത്തലാണോ ഉദ്ദേശം? അത് കണ്ടെത്തട്ടെ. ആ കണ്ടെത്തിയതിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഇത് പ്രതി തന്നെ വാദിയായിട്ട് ആരോപണ വിധേയനായ എക്സൈസ് മന്ത്രി അതിന്റെ തലപ്പത്തിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ആരോപണ വിധേയനായത്. ആ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നതുകൊണ്ടാണ് ആരോപണ വിധേയനായത്. ആരോപണ വിധേയനായ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ കൊടുത്ത പരാതിയിൽ, പ്രതിയാകേണ്ട ആൾ വാദിയായി കൊടുത്ത പരാതിയിൽ അങ്ങയുടെ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു അത് എന്താ അന്വേഷിക്കുന്നതെന്ന്. ഇത് നിഷേധിച്ചുകൊണ്ടാണ്. ആരെങ്കിലും നിഷേധിക്കാതിരിക്കുമോ ഇത്? അതുകൊണ്ട് അന്ന് പറഞ്ഞ ഈ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അന്ന് PC ആക്ടിന്റെ വകുപ്പനുസരിച്ച് കേസെടുത്തേ മതിയാവൂ. അത് ഞങ്ങൾ നിരന്തരമായ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായ സമരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം കടക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയില്ല. കൊള്ള നടത്തിയാൽ ആ കൊള്ള നടത്തിയവരാരെല്ലാമാണ് എന്ന് പുറത്തു വന്നേ മതിയാവൂ. അതിന്റെ ശക്തമായ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്.